ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യം പറഞ്ഞ ചേച്ചി പറയുന്നതും ചെയ്യുന്നതും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര നാളെന്ന് കരുതിയാ ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നേ? എന്നായാലും എല്ലാരും അറിയും. അറിയില്ല. അങ്ങനെ അറിയാതിരിക്കാനാ നിന്നെയും അമ്മയും കണ്ടിട്ട് പോലും ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. അർജുൻ സാറിന്റെ താലി എന്റെ കഴുത്തിൽ വീണാൽ ഞാൻ മാത്രമല്ല രക്ഷപ്പെടുന്നത്, നിങ്ങളും കൂടിയാ. ഞാൻ ആ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം കൂടി എന്റെ തലയിൽ വെച്ച് തരരുത്. അപ്പോഴെനിക്ക് ദേഷ്യം വരുന്നത്. എന്റെ മുന്നിൽ ഇപ്പൊ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ വീട്ടിലേക്ക് മരുമകളായി കയറി വരണമെന്നുള്ള ലക്ഷ്യം. അതിനിടയിൽ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. അച്ഛനെ വല്ലപ്പോഴും ഒന്ന് വിളിച്ച് സംസാരിക്കണം. നല്ല വിഷമമുണ്ട് ആ പാവത്തിന്. ഞാൻ അച്ഛനെ പോയി കണ്ടിരുന്നല്ലോ. കണ്ടോ? എപ്പോ? കാണുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. അത് ഞാൻ അറിഞ്ഞില്ല. അറിയില്ല. ഞാൻ ചെയ്യുന്നൊന്നും നിങ്ങളാരും അറിയുന്നില്ലല്ലോ, എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഞാൻ അച്ഛനെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുമുണ്ട്. പിന്നെ വേറൊരു കാര്യം, അച്ഛന്റെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് പാവം തോന്നി. അപ്പോഴത്തെ മാനസികാവസ്ഥയില് ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് മൊത്തം അച്ഛന് കൊടുത്തു. ഹോസ്റ്റൽ ഫീ അടയ്ക്കാൻ വേണ്ടി വെച്ചിരുന്ന കാശായിരുന്നു. അച്ഛന്റെ അവസ്ഥ കണ്ടപ്പോ കൂടുതലൊന്നും ഞാൻ ആലോചിച്ചില്ല. നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ആ പാവം. നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടാവോ? ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് ഇന്നലെ ആയിരുന്നു. ഇപ്പൊ കയ്യിലൊന്നുമില്ല. അപ്പോ ഇവിടെ നിന്നൊന്നും തരുന്നില്ല നിനക്ക്? ഞാൻ വാങ്ങാറില്ല. എവിടെയെങ്കിലും ഒരു വീടെടുത്ത് മാറണം. അമ്മയും അച്ഛനെയും അങ്ങോട്ട് മാറ്റിയും വേണം. അതുകൊണ്ട് ശമ്പളം ഒരുമിച്ച് മതിയെന്ന് പറഞ്ഞിരിക്കോ? എന്നാലും സാരമില്ല, ഞാൻ ചോദിച്ചാ തരും. പൈസ ഞാൻ ഇട്ടേക്കാം. എങ്ങനെ ജീവിച്ചതാ എന്റെ മോള്? ഐശ്വര്യ, പോട്ടെ മോളെ, എന്നെ വിളിക്കുന്നുണ്ട്. ഹലോ തുമ്പി മോളെ. അച്ഛനിതെവിടെയാ? ഞാൻ കുറച്ചു ദൂരെയാ. എന്താ മോളെ? തമ്പുരാനും തമ്പുരാട്ടിയും മരിച്ചത് പൂജയുടെ അന്നല്ലേ? അതെ. അപ്പോ പൂജയ്ക്ക് അമ്പലത്തിൽ നിന്നെടുത്ത മണിമാല നഷ്ടപ്പെട്ടോ? മണിമാല നഷ്ടമായിട്ടില്ല. നീ ആരോടും പറയരുത്. മണിമാല ചിന്നുമോളുടെ കയ്യിലുണ്ട്.